ഊർജ്ജ സ്രോതസ്സുകളുമായി ബന്ധപ്പെട്ട 15 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏവർക്കും MCQ മന്ത്രയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണം ആരംഭിച്ച വർഷം ഏതാണ്? ഓപ്ഷൻ സി 1969 ഏപ്രിൽ 30-നാണ് ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായവ ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായവ ഏത്? ആദ്യത്തേത് നമുക്ക് നോക്കാം. ഇടുക്കി ഡാമിൻ്റെ ജലസംഭരണ ശേഷി 2403 അടിയാണ്. അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. രണ്ടാമത്തേത്, ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്നത് 1975 ഒക്ടോബർ 4-നാണ്. അതും ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. മൂന്നാമത്തേത് നോക്കാം. ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച വിദേശ രാജ്യം സ്പെയിനാണ്. ആണോ? അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ചത് കാനഡയാണ്. മൂന്നാമത്തെ അപ്പോൾ തെറ്റാണ്. നാലാമത്തേത് നോക്കാം. കേരളത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി. അത് ശരിയാണ്. ഓപ്ഷൻ 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ സി 3 മാത്രം തെറ്റ്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഗാർഹിക ഉപഭോക്താക്കൾക്ക് വൈദ്യുതിയുടെ ശരിയായ ഉപയോഗത്തെപ്പറ്റി അവബോധം നൽകുന്നതിനുള്ള പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ലാഭപ്രഭ പദ്ധതിയാണ്. നാലാമത്തെ ചോദ്യം, പാലക്കാട് ജില്ലയെ സമ്പൂർണ്ണ വൈദ്യുതീകരിക്കപ്പെട്ട വർഷം ഏതാണ്? ഓപ്ഷൻ എ 2010 ഫെബ്രുവരി 16. അഞ്ചാമത്തെ ചോദ്യം, കേരളത്തിലെ എനർജി എഡ്യൂക്കേഷൻ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ എനർജി എഡ്യൂക്കേഷൻ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി എറണാകുളം. ആറാമത്തെ ചോദ്യം, KSEBയുടെ ആപ്തവാക്യം എന്താണ്? ഓപ്ഷൻ എ കേരളത്തിൻ്റെ ഊർജം. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഏഴാമത്തെ ചോദ്യം, കക്കാട് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? കക്കാട് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ഓപ്ഷൻ ഡി കക്കാട്. എട്ടാമത്തെ ചോദ്യം, KSEBയുടെ 24 മണിക്കൂർ പരാതി പരിഹാര ടോൾ ഫ്രീ നമ്പർ ഏതാണ്? ഓപ്ഷൻ എ 1912. ഓപ്ഷൻ എ ആണ് ആൻസർ. KSEBയുടെ 24 മണിക്കൂർ പരാതി പരിഹാര ടോൾ ഫ്രീ നമ്പറാണ് 1912. ഓപ്ഷൻ എ ആണ് ആൻസർ. ഒൻപതാമത്തെ ചോദ്യം, വൈദ്യുത ബോർഡിൻ്റെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഏതാണ്? വൈദ്യുത ബോർഡിൻ്റെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ് ഓപ്ഷൻ ബി ഒരുമ. പത്താമത്തെ ചോദ്യം, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷമാണ്? കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ നിലവിൽ വന്നത് ഓപ്ഷൻ ഡി 2002-ലാണ്. 11ാമത്തെ ചോദ്യം, അനേർട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ്? അനേർട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ സി തിരുവനന്തപുരത്തെ പാളയമാണ് അനേർട്ടിൻ്റെ ആസ്ഥാനം. 12ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി ഏതാണ്? ഓപ്ഷൻ ബി ഭാരതപ്പുഴയാണ്. 13ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏതാണ്? ഒന്നാമത്തേത് നമുക്ക് നോക്കാം. KSEBയുടെ ആദ്യ ചെയർമാൻ KP ശ്രീധര കൈമളാണ്. അത് ശരിയാണ്. രണ്ടാമത്തേത്, ലാഭപ്രഭ പദ്ധതി ആരംഭിച്ച വർഷം 2013-ലാണ്. അതും ശരിയാണ്. മൂന്നാമത്തേത്, പ്രകൃതിവാതകം ഇന്ധനമായി ഉപയോഗിക്കുന്ന താപനിലയം കാസർഗോഡ് ജില്ലയിലെ ചീമേനിയാണ്. ശരിയാണോ? പ്രകൃതിവാതകം ഇന്ധനമായി ഉപയോഗിക്കുന്ന താപനിലയം കാസർഗോഡ് ജില്ലയിലെ ചീമേനിയാണോ? ശരിയാണ്, ചീമേനി തന്നെയാണ്. നാലാമത്തേത് നോക്കാം. കേരളത്തിൽ പൂർണ്ണമായും സൗരോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ ഗ്രാമപഞ്ചായത്ത് പാലക്കാട് ജില്ലയിലെ പെരുമാട്ടിയാണ്. അതും ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നതാണ് ആൻസർ. 14ാമത്തെ ചോദ്യം, കേരളത്തിൽ സ്വകാര്യ മേഖലയിലെ കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കേരളത്തിൽ സ്വകാര്യ മേഖലയിലെ കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ സി ഇടുക്കി. ഇടുക്കിയിലെ രാമക്കൽമേടിലാണ് സ്വകാര്യ മേഖലയിലെ കാറ്റാടി ഫാം സ്ഥിതി ചെയ്യുന്നത്. 15ാമത്തെ ചോദ്യം, കേരളത്തിൽ ജലസേചനാർത്ഥമുള്ള അണക്കെട്ടുകളുടെ എണ്ണം എത്ര?
കേരളത്തിൽ ജലസേചനാർത്ഥമുള്ള അണക്കെട്ടുകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ ഡി ആണ്, 18 എണ്ണമാണുള്ളത്.